ഹായ് ഫ്രണ്ട്സ്. ഈ വീഡിയോ കുറച്ചൊന്ന് നേരം വൈകിപ്പോയി. കാരണം ഇതിനാസ്പദമായ സംഭവങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ആൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വ്യക്തിപരമായ കുറച്ച് തിരക്കുകളും മറ്റു കാര്യങ്ങളും വന്നതുകൊണ്ട് എനിക്കൊരു വീഡിയോ ചിത്രീകരണത്തിന് പറ്റിയൊരു അന്തരീക്ഷം അല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആയതാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയം കുറച്ച് നേരത്തെ സംസാരിക്കേണ്ടതായിരുന്നു. കാരണം ആ സംഭവങ്ങൾ കുറച്ചിപ്പോൾ ഒന്ന് അകന്നു പോയിട്ടുണ്ട്. എങ്കിലും എനിക്കത് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത വിധം അതിനു മാത്രം കാപഢ്യങ്ങളും തട്ടിപ്പുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചുറ്റും കിടന്ന് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വിടാതെ എന്തായാലും ചിത്രീകരിക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇത് സംബന്ധിച്ച നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യമ നിലപാടെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ പല നിലപാടുകൾക്കും ആ മധ്യമൊന്നുമില്ല. ചില കാപഢ്യങ്ങളാണ് ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പൊതുവെ ഒരു കാപഢ്യത്തിൻ്റെതായ നിലപാടാണ് പുള്ളി സ്വീകരിച്ചു വരുന്നത് എൻ്റെ ഒബ്സർവേഷനിൽ. എന്തെന്നാലും നമുക്ക് ആ കാപഢ്യത്തിൻ്റെ ചില എക്സാമ്പിൾസിലേക്ക് നമുക്കൊന്ന് പോവാം. മധ്യമം എന്ന നിലയിൽ പുള്ളി പറയുന്നത് കാപഢ്യമാണ്. കാരണം മധ്യമം ആണെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് അതിനെ കൈകാര്യം ചെയ്യണം. ഇത് നിഷ്പക്ഷതയുണ്ടെന്ന് വരുത്തി തീർക്കാനൊന്ന് ടച്ച് ചെയ്തിട്ട് നിഷ്പക്ഷമല്ലാത്ത രീതിയിൽ പറയുന്നത് ഒരിക്കലും അത് ഏറ്റവും വലിയ കാപഢ്യമാണ്. യഥാർത്ഥ നിഷ്പക്ഷനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ട് വശവും കാണും, രണ്ട് വശവും കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ചെയ്യും. പക്ഷെ രാഹുൽ ഈശ്വറിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. അദ്ദേഹം നിഷ്പക്ഷത ഉണ്ടെന്ന് ഉള്ളൊരു കാപഢ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മാടെ കാര്യം ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് സ്കിപ്പായി പോവുകയും എന്നിട്ട് കംപ്ലീറ്റ് ആരിഫ് ഹുസൈൻ്റെ തലയിലേക്ക് ഈ വിഷയം ഇട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സുഡാപ്പി ചെയ്യുന്ന അതേ ടെക്നോളജിയാണ് രാഹുൽ ഈശ്വർ കുറേ നാളായിട്ട് എടുത്തു വരുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരും രാഹുൽ ഈശ്വറിൻ്റെ കാപഢ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് പിന്നെ തിരിച്ചറിയുക, എന്നാലും പുകഴ്ത്തിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ കാപഢ്യം ഒന്ന് തുറന്നു കാണിക്കലാണ് ലക്ഷ്യം. ഇതുകൊണ്ട് ഇനി രാഹുൽ ഈശ്വറിനൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കക്ഷിയാണ്. പക്ഷെ രാഹുൽ ഈശ്വർ ഈ കാപഢ്യത്തിലൂടെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം എന്തായാലും നമുക്ക് ആദ്യം രാഹുൽ ഈശ്വറിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അത് സംബന്ധിച്ചിട്ട് വീഡിയോന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. എന്തുവാ ഇത് ആരിഫ് ബ്രോ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? യഥാർത്ഥത്തിൽ സ്വന്തം അമ്മ മരിക്കുമ്പോ, സ്വന്തം ഉമ്മ മരിക്കുമ്പോ ജിഹാദി ഉമ്മ മരിച്ചു എന്നൊക്കെയാണോ പറയേണ്ടത്? എന്തുവാ ഇത് രാഹുലെ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് നിഷ്പക്ഷമായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ അത് നിഷ്പക്ഷമായിരിക്കട്ടെ. ഇത് എന്തുവാ ഇത് രാഹുലെ? സുഡാപ്പികളെ വെളുപ്പിക്കുന്നതിനും അതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണ്ടേ? ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വെളുപ്പിക്കാൻ കോൺട്രാക്ട് ആയിട്ട് എടുക്കാൻ പാടുണ്ടോ രാഹുലെ? അത് തെറ്റല്ലേ രാഹുലെ? രാഹുൽ എന്താ അതൊന്നും ആലോചിക്കാത്തത്? ഇപ്പൊ രാഹുലിന്റെ അമ്മ രാഹുലിന്റെ രക്തത്തിന് ദാഹിച്ച് നടക്കുന്ന ഏതെങ്കിലും തീവ്ര വിഭാഗങ്ങളോട് ഫോണിൽ ഇന്റർവ്യൂ കൊടുക്കുകയും ആ വിഷവിത്ത് എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചു എന്നും അതുകൊണ്ട് ഞാൻ എൻ്റെ ഗർഭപാത്രം മുറിച്ചു മാറ്റാൻ എനിക്ക് തോന്നിയെന്നും മകളും മരുമകനും തടഞ്ഞത് കൊണ്ട് മാത്രം ഞാനത് ചെയ്തില്ല എന്നും പറയുമ്പോൾ അതിലൊരു മര്യാദ വേണ്ടേ രാഹുലെ? രാഹുൽ, സുഡാപ്പികളെയൊക്കെ വെളുപ്പിക്കുന്നതിൽ ഒരു ലിമിറ്റൊക്കെ വേണ്ടേ രാഹുലെ? ഇങ്ങനെ വെളുപ്പിക്കാൻ പാടുണ്ടോ? കുറച്ചും കൂടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയും കാര്യഗൗരവത്തോടു കൂടിയും നമ്മൾ സംസാരിക്കണ്ടേ? ഈ ജാതി വെളുപ്പിക്കലൊക്കെ നടത്തുന്നതിൽ ഒരു മര്യാദയും ലിമിറ്റൊക്കെ വേണ്ടേ രാഹുലെ? എന്തുവാ രാഹുലെ ഇതൊക്കെ? നമുക്ക് വെറുപ്പ് കൊടുത്ത് പകരം സ്നേഹം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുമോ രാഹുലെ? സ്നേഹം കൊടുത്ത് സ്നേഹം കിട്ടാനല്ലേ നമുക്ക് പറ്റുള്ളൂ. വെറുപ്പ് കൊടുത്താൽ നമുക്ക് വെറുപ്പല്ലേ തിരിച്ചു കിട്ടുള്ളൂ. അമ്മയും മോനും ആയാലും ഏത് ബന്ധങ്ങളായാലും വൺ സൈഡഡ് ആവാൻ പാടില്ല രാഹുലെ. ഇപ്പൊ രാഹുലും വൈഫുമായിട്ടുള്ള ബന്ധമായാലും രാഹുലും അമ്മയായിട്ടുള്ള ബന്ധമായാലും രാഹുലും അച്ഛനുമായിട്ടുള്ള ബന്ധമായാലും ഇതൊക്കെ വൺ സൈഡഡ് ആവാൻ പാടില്ല. ഇത് ടു സൈഡഡ് ആയിരിക്കണ്ടേ? നമുക്ക് സ്നേഹം കൊടുത്തിട്ട് വേണ്ട സ്നേഹം വാങ്ങാൻ. അല്ലാണ്ട് രാഹുൽ അമ്മയ്ക്ക് വെറുപ്പ് കൊടുക്കുന്നു എന്നിട്ട് അമ്മ സ്നേഹം തരണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത പോലെ തന്നെ രാഹുലിന്റെ അമ്മ രാഹുലിന് വെറുപ്പ് തരുന്നു എന്നിട്ട് രാഹുൽ സ്നേഹം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിമോഹമല്ലേ രാഹുൽ? അപ്പൊ ഈ അതിമോഹങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പാടുണ്ടോ രാഹുൽ? എന്തുവാ രാഹുൽ ഇതൊക്കെ? ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ശ്രീ ആരിഫ് എഴുതിയാണെന്ന് വിശ്വസിച്ചില്ല. ആരിഫിനെ മനഃപൂർവ്വം മോശമാക്കാൻ ഏതെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് ആരിഫിന്റെ തന്നെ യൂട്യൂബിൽ പോയി കയറുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തെള്ളി പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി, ആദരാഞ്ജലികൾ. എന്ത് തരം ഭ്രാന്താണ്? താങ്കൾക്കും മതഭ്രാന്ത് തന്നെയാണ്. എന്തുവാ ഇത് രാഹുലെ? അപ്പൊ ജിഹാദ് വെള്ളം കോരുന്നതും വിറക് വെട്ടുന്നതും പോലെയുള്ള വളരെ പുണ്യകരമായ ഒരു സംഭവം എന്നല്ലേ രാഹുലല്ലേ പറഞ്ഞത്? രാഹുലല്ലേ ഇതേ ആരിഫിനെ പഠിപ്പിച്ചത്?
ഒരു സംഭവത്തിൽ വെച്ച് ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ നന്മയാണെന്നും അത് വെള്ളം കോരുന്നതും വിറക് വെട്ടുന്നതും റൂം വൃത്തിയാക്കുന്നതും ഒക്കെ പോലെയുള്ള വളരെ ഉപകാരപ്രദമായ ഒരു കർമ്മമാണെന്ന് പറഞ്ഞത്. അപ്പൊ ജിഹാദി ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അഭിമാനിക്കല്ലേ വേണ്ടത്? അപമാനം തോന്നലല്ലേ വേണ്ടത്? അഭിമാനിക്കല്ലേ വേണ്ടത്? പിന്നെ അതേ രാഹുൽ തന്നെ പറയുന്നത് എന്തിനാ അങ്ങനെ പറഞ്ഞു? അപ്പൊ ജിഹാദി ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തെ ഏറ്റവും നല്ല പദവിയായില്ലേ? രാഹുലിന്റെ അന്നത്തെ വ്യാഖ്യാനം അനുസരിച്ച് ലോകത്തെ ഏറ്റവും നമ്പർ 1 പദവിയായി ജിഹാദി ഉമ്മ എന്ന് വിളിക്കുന്നത്. ഒരു മുസ്ലിം മകൻ ഉമ്മാനെ ജിഹാദി ഉമ്മ എന്ന് വിളിച്ച ലോകത്തെ ഏറ്റവും നല്ല പദവിയായി. ആ രീതിയിലാണ് രാഹുൽ അന്ന് വ്യാഖ്യാനിച്ച് വെപ്പിച്ചത്. അതേ രാഹുൽ ഇന്ന് പറയുന്ന ആ വിളിച്ചത് തെറ്റായി. ഇനി രണ്ടാമത്തെ കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മുസ്ലിം മരിച്ചു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 72 ഹൂറിമാരെയൊക്കെ കിട്ടും എന്നുള്ളത് അവരുടെ കഥകളിലുള്ളതാണ്, പെണ്ണുങ്ങളെ കിട്ടും എന്നുള്ളത്. അപ്പൊ ആധുനിക കാലത്ത് പലരും ചോദിക്കാം, പെൺകുട്ടികൾ ഉൾപ്പെടെ പലരും ചോദിക്കാൻ തുടങ്ങി, മരിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആണുങ്ങൾക്ക് 72 ഹൂറിമാരുണ്ട്, ഞങ്ങൾ അതിലൊരാളായിട്ട് നിൽക്കണ്ടേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ആധുനിക മുസ്ലിം അബ്ദുൾ അബ്ബാസിലിനെ പോലുള്ള ഉഡായിപ്പ് മുസ്ലിം പണ്ഡിതന്മാർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എം അക്ബറിന്റെ കാലത്തെ തുടങ്ങി അത്തരം അഭ്യാസങ്ങൾ. അങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവരോരോ ഉഡായിപ്പ് നുണകൾ പറയാൻ തുടങ്ങി. എല്ലാവർക്കും എല്ലാം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കും കിട്ടും ആണുങ്ങൾക്കും കിട്ടും ഹൂറിനെയും ഹൂറന്മാരെ. സത്യത്തിൽ അങ്ങനെ കിട്ടൂല എന്നുള്ളത് ക്ലാസിക്കൽ മുസ്ലിം പണ്ഡിതർ, അതായത് പൂർവ്വസൂരികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ഈ 72-1 ആയിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ 72-1 ഹൂറിയായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ആധുനിക മുസ്ലിം പണ്ഡിതർ ഇത് ഒരു അനീതിയാണെന്നുള്ള തിരിച്ചറിഞ്ഞിട്ട് പുതിയ കുട്ടികളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നടത്തുന്ന നുണ വ്യാഖ്യാനത്തിന്റെ ഭാഗമാണ് പെണ്ണുങ്ങൾക്കും ഹൂറന്മാരെ കിട്ടും എന്നുള്ളത്. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഹൂറിക്ക് വേണ്ടിയാണല്ലോ ഇസ്ലാം മതത്തിലെ ഈ അന്ധവിശ്വാസം മുഴുവൻ കൊണ്ടു നടക്കുന്നത്. മുഹമ്മദ് മതത്തിലെ വിശ്വാസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം ഹൂറിക്കൊതിയാണ്. അപ്പോ ജിഹാദിയായ എൻ്റെ ഉമ്മ എന്ന് പറയാൻ കാരണം അവര് അത്തരത്തിലുള്ള മതഭ്രാന്ത് മൂലം ആരിഫിനെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുക. ആരിഫിന്റെ രക്തത്തിന് കൊതിക്കുന്ന മറ്റ് ജിഹാദി സുഡാപ്പികള് പിന്നാലെ പോയിട്ട് ആ ഉമ്മാനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ആ ഉമ്മാടെ വായിലേക്ക് കുറെ വാചകങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് ഉമ്മാനോട് അത്തരത്തിലുള്ള ജിഹാദി വാക്യങ്ങൾ പറയിപ്പിച്ചു, വെറുപ്പിന്റെ വാക്യങ്ങൾ പറയിപ്പിച്ചു. എന്നിട്ട് അവർ അഭിമാനപൂർവ്വം അത് പ്രചരിപ്പിച്ചു. ഇതിനെക്കുറിച്ചൊന്നും രാഹുൽ ഒരക്ഷരം പരാമർശിക്കുന്നേ ഇല്ല. അപ്പൊ ആ ആരിഫിന്റെ രക്തത്തിന് ദാഹിക്കുന്ന അത്തരം ആളുകളോട് ആരിഫിന്റെ ഉമ്മ പറഞ്ഞത്, അതായത് ആദ്യം മോനെ പുറത്താക്കി, എന്നിട്ട് ആ ഉമ്മ പറയാണ് ആ വിഷവിത്ത് എൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ചു പോയി, അവൻ കിടന്ന എൻ്റെ ഗർഭപാത്രം മുറിച്ച് കളയാൻ എനിക്ക് തോന്നിയതാണ്, പക്ഷെ എൻ്റെ പ്രായാധിക്യമൊക്കെ മൂലം മകളും മരുമകനും തടഞ്ഞത് കൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരു വെറുപ്പിന്റെ മതപരമായ ജിഹാദി വെറുപ്പിന്റെ അങ്ങേയറ്റമാണ്. ആ കാര്യം മൂടി വെച്ചുകൊണ്ടാണ് രാഹുൽ ഈ ഉഡായിപ്പ് തട്ടിപ്പ് മുഴുവൻ എടുത്തത്. മനസ്സിലായില്ലേ? എന്നിട്ട് അതിനെ എന്തോ ഒരു ഇതുപോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിയിൽ ഉരുട്ടി പെരട്ടി മധുരമൊക്കെ പെരട്ടി അവതരിപ്പിക്കുകയാണ് രാഹുൽ ചെയ്തത്. ആ പരിപാടി രാഹുൽ നിർത്തിയില്ലെങ്കിൽ രാഹുൽ ഇനി വരും കാലങ്ങളിൽ കൂടുതൽ പരിഹാസ്യനായിക്കൊണ്ടിരിക്കും. രാഹുലിന്റെ നിഷ്പക്ഷതയൊക്കെ കാബഡി ഒന്ന് ലോകത്തിന് കൂടുതൽ ബോധ്യപ്പെടും. ഇതെനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ രാഹുലിന്റെ നന്മ ഉദ്ദേശിച്ച് പറയണമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായ സംഭവം. അപ്പൊ ഇങ്ങനെ ഒരു പരാമർശം വരാൻ കാരണം അത്രയ്ക്കും വെറുപ്പ്, അതായത് കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി കടലിലെറിഞ്ഞു കൊല്ലുന്നതും, ഈ മുഹമ്മദിന് വേണ്ടിയിട്ട് 7-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യനായ മുഹമ്മദിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ തള്ളിപ്പറയുന്നതും, ക്രൂരമായി തള്ളിപ്പറയുന്നത്, അത് വെറും തള്ളിപ്പറയലല്ല, അതിനിഷ്ഠൂരമായി ആ മകനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് തള്ളിപ്പറയുന്നതും ഒരേ വാലിഡിറ്റി തന്നെയാണ്, രണ്ടിനും ഒരേ സ്റ്റാറ്റസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഉമ്മാനോട് ആ ഉമ്മ മരിക്കുമ്പോൾ ഇതുപോലൊരു റിമാർക്ക് ഇട്ടെന്ന് വെച്ചിട്ട് അതൊരു ഗുരുതരമായ കുറ്റമല്ല, പ്രധാനമായും കുറ്റം ചെയ്ത ആ ഉമ്മയാണ്. അതാണ് രാഹുൽ നിഷ്പക്ഷനാണെങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ ആരിഫിനെ ഉപദേശിക്കാൻ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് രാഹുലിന്റെ ഉദ്ദേശം മുഴുവൻ ആരിഫിനെ ഉപദേശിക്കൽ മാത്രമാണ്. മറ്റ് ആ ഉമ്മ മരിച്ചുപോയി, ഓക്കെ, ആ ഉമ്മാക്കിനി ഈ ഉപദേശങ്ങളൊന്നും കേൾക്കാം. പക്ഷെ അതുപോലുള്ള ഉമ്മമാരിനി ഉണ്ടാവാതിരിക്കാനും മുസ്ലിം സമുദായത്തിനാണ് രാഹുലും പ്രധാനമായിട്ട് ഉപദേശം കൊടുക്കേണ്ടത്. അത് ചെയ്യാണ്ട് അവിടെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുക എന്ന ഒരു ടാർഗറ്റ് എടുത്തുകൊണ്ടാണ് രാഹുൽ സംസാരിച്ചു പോണത്. ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോകും. ആരിഫായിക്ക് ഒരു മതമുണ്ട്, അത് ഈ യുക്തിവാദത്തിന്റെയും എസൻസിന്റെയും രവീന്ദ്രൻ സാറിന്റെയും ഒക്കെ ലൈനാണ്. അതിനെ ബഹുമാനിക്കുന്നു, യോജിക്കുന്നൊന്നുമില്ല, ബഹുമാനിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള മതങ്ങളെ അടച്ചാക്ഷേപിക്കുകയും സ്വന്തം ഉമ്മയെ പോലും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് എന്ത് നന്മയുള്ളത്? എന്തുവാ രാഹുലേ ഇത്? ഇമ്മാതിരി നുണകൾ പറയാൻ പാടില്ല. ഇപ്പൊ രാഹുൽ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത് സ്ഥിരം ക്ലീശയാണ്. രാഹുൽ ഇവിടെ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ സ്ഥിരം ക്ലീശയാണ്. അതായത് ഈ അഭിപ്രായം എല്ലാം മതമാണെന്നും
ആ മതത്തിൽ യുക്തിവാദം ഒരു അഭിപ്രായമായിട്ട് അതിനെ ഒരു മതമാക്കിയിട്ട് യുക്തിവാദവും ഒരു മതമാണെന്ന് പറയുന്നത് സ്ഥിരം ക്ലീശേ മാത്രമാണ്. അതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു വസ്തുവിന് നേരെ എതിരായിട്ടുള്ളത് എന്താണോ അതും അതാണെന്ന് പറയുന്നത് തികച്ചും വൈരുദ്ധ്യാത്മകമായ ഒരു കാപട്യം മാത്രമാണ്. കാരണം മതത്തെ ഏറ്റവും എതിർക്കുന്ന ഒരു സംഗതിയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. അത് മതമാണെന്ന് പറയുന്നത് ഒന്നിലെ മതത്തിനെ മോശമാക്കുന്നതിന് തുല്യമാണ്, രണ്ടാമത്തത് കാപട്യവും വന്ന്. കാരണം വെച്ച് കഴിഞ്ഞാല് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഇത് മുമ്പ് വിശദീകരിച്ച് രവിചന്ദ്രനൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്, രാഹുൽ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ രാഹുൽ ഇതിലേ കേട്ട് ഇതിലേ വിട്ട് വീണ്ടും ആ മണ്ടത്തരം ആവർത്തിക്കുന്നത് മാത്രം. ഇപ്പൊ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഒരു എക്സർസൈസാണ്, ഒരു ഗെയിമാണ്. ഫുട്ബോൾ കളിക്കാതിരിക്കുക എന്നതും ഒരു എക്സർസൈസ് ആണെന്നും ഒരു ഗെയിമാണെന്നും പറയുന്ന പോലെയാണ് മതത്തിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന യുക്തിവാദത്തെ ഒരു മതം ആണെന്ന് പറയുന്നത്. ഈ കാപട്യം, ഈ ക്ലീശ ആദ്യം തന്നെ ഇത് നമ്മുടെ രാഹുൽ ആവർത്തിച്ചു. ഇനി അടുത്തയിലേക്ക് പോകാം. മറ്റു മതങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് യുക്തിവാദികളാണ്. യുക്തിവാദികൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ വിലയിരുത്തുന്ന ആളാണ്. യുക്തിവാദത്തെ ഉൾപ്പെടെ വിമർശനാത്മകമായി വിലയിരുത്തി വേണ്ട തിരുത്തൽ വരുത്താൻ വേണ്ടി വന്നാൽ വരുത്താൻ തയ്യാറുള്ള ആളുകളാണ്. എല്ലാ മതങ്ങളെയും ഒരുപോലെ തന്നെ വിമർശിക്കും, ഒരുപോലെ അതിൻ്റെ ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യും, തെളിവുകൾ അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് യുക്തിവാദം. അത് ആക്ഷേപിക്കലല്ല. അതേസമയം മറ്റു മതങ്ങളെ ആക്ഷേപിക്കുന്നത് രാഹുൽ ഈശ്വർ ഇപ്പൊ പൊക്കിയടിച്ച് ക്ലീൻ ചെയ്ത് വെളുപ്പിക്കാൻ നോക്കുന്ന ഇസ്ലാമിസ്റ്റുകളാണ്. രാഹുൽ കേട്ടോക്ക്, അമ്പലത്തെ വേശ്യാലയത്തോട് ഉപമിച്ചത് ആരാണെന്ന് കേട്ടോക്ക്. നരകത്തിലെത്തിപ്പെടാൻ ഒന്നാമത്തെ കാരണം ഷിർക്കാണ്. ഈ കാര്യം ജാഗ്രതയോടുകൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഷിർക്കിന്റെ അംശങ്ങൾ വരുന്നതിനെ ശ്രദ്ധിക്കണം. അപ്പൊ കച്ചവടമല്ലേ, ബിസിനസ്സുകാരല്ലേ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോണ്ടേ. ക്ഷേത്രോത്സവത്തിന് 50 രൂപ എടുത്തു കൊടുക്കും. നീ ഷിർക്കിലാണ്, നീ മനസ്സിലാക്കിക്കോ. നീ ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത്. ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് പറഞ്ഞ് നോട്ടീസ് ആയിട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് കൊടുക്കോ? ഇല്ല ഇല്ല ഇല്ല. അതിനേക്കാൾ ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കുന്നത്? അല്ലേ അല്ലേ അല്ലേ? ഇത് രവിചന്ദ്രനോ ആരിഫോ ചെയ്തതാണോ? ഇത് ആക്ഷേപിക്കലല്ലേ രാഹുൽ ഈശ്വരെ? ഒന്ന് പറഞ്ഞേ, നിഷ്പക്ഷമായിട്ടൊന്ന് പറഞ്ഞേ. ഇനി ഒരു ആള്, അതായത് രാഹുൽ ഈശ്വർ ഇനി എത്ര നല്ലവനായിട്ടും കാര്യമില്ല എന്നും രാഹുൽ ഈശ്വർ നരകത്തിൽ പോകുമെന്നും, എത്ര നല്ലവൻ രാഹുൽ ഈശ്വർ ഇപ്പൊ ഇസ്ലാമിനെ പൊക്കിയടിക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്, വെളുപ്പിക്കുന്നുണ്ട്, ബ്ലീച്ചിങ് പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം അയ്യപ്പ രക്ഷിക്കണേ എന്ന് രാഹുൽ ഈശ്വർ പറയുന്നില്ലേ? അപ്പൊ അത് പറയുന്നതായിരുന്നു നോക്ക്. അതായത് ഒരാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു. അയാൾ സ്വർഗത്തിലെത്തുമോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. ഇത് രവിചന്ദ്രനോ ആരിഫോണോ? ഇനി മുസ്ലിം പെണ്ണ് ഡോക്ടറെ അന്വേഷിച്ചതാരെന്ന് നോക്കിയാൽ നോക്ക്. ഭർത്താക്കന്മാര് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടർ സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ്. ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ എന്നാ നോക്കേണ്ടത് ചികിത്സിക്കാൻ. ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ, പെണ്ണ് ഡോക്ടർ ഉണ്ടോ, മുസ്ലിമത്തായവൾ. ഇത് രവിചന്ദ്രനോ ആരിഫാണോ? രാഹുൽ പറ. ഇതിനൊക്കെയല്ലേ ആക്ഷേപിക്കൽ എന്ന് പറയുന്നത്. ഇനി ഇതുപോലത്തെ കുറെ ഉണ്ട്. കാഫറുകളെ നോക്കി ചിരിക്കുമ്പോ പോലും സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതേ കേട്ടോക്ക്. ഒരിക്കലും കാഫറുകളുമായി മുഅ്മിനുകളെ കൂടാതെ നിങ്ങൾ ആത്മബന്ധം പുലർത്താൻ പാടില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കാം. അതാണ് ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാതൻ. അതൊരു ഇളവ് മാത്രമാണ്, അവിടെ സ്നേഹമല്ല. ചില നാട്ടിൽ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ചില ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാൽ അവരോട് ഈ വെറുപ്പ് കാണിക്കാൻ കഴിഞ്ഞോളന്നില്ല. ചില നാട്ടിൽ, എക്കാലത്തും അല്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്ന് പോകാൻ നോക്കണം. ഇത് എക്കാലം സന്തോഷത്തോടു കൂടി ഇങ്ങനെ എന്ത് ചെയ്യുക, ഞങ്ങൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ എന്ത് ചെയ്യുക, അവരോട് പുറത്ത് വെറുപ്പ് കാണിക്കാതെ അകത്ത് വെറുപ്പ് തന്നെ സൂക്ഷിക്കണം. ചിരിക്കുന്നത് പോലും സൂക്ഷിച്ചിട്ടേ പാടുള്ളൂ, പരിമിതിയുണ്ട്. ഇത് രവിചന്ദ്രനോ ആരിഫാണോ? അപ്പൊ സുന്നിയും സലഫിയുമായ മുസ്ലിങ്ങൾ രാഹുൽ ഈശ്വർ ക്ലീൻ ചെയ്ത് പൊക്കിയടിക്കാൻ നോക്കുന്ന ആളുകളാണ് ഇതുപോലെ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയും വെറുപ്പിന്റെ വചനങ്ങളും പറയുകയും ചെയ്യുന്നത്. അതൊന്നും കാണാൻ ശേഷിയില്ലാതെ രാഹുൽ ഈശ്വർ ഈ
ആരിഫിന്റെ പിന്നാലെ നടക്കുന്നതിനാണ് കാപട്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് രാഹുൽ തിരിച്ചറിഞ്ഞ് തിരുത്തിയ രാഹുലിന് നല്ലത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തയിലേക്ക് പോവാം. നമുക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായം കാണും. ഞാനും എൻ്റെ അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം കാണും. ഞാനും ഭാര്യയും സഹോദരിയും അച്ഛനും അമ്മയും അതിന്റെ പേര് ചിലപ്പോൾ നമ്മൾ ഉടക്കും. ഇതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വ്യക്തിബന്ധങ്ങളും രക്തബന്ധങ്ങളും ജനറ്റിക് റിലേഷൻഷിപ്പും ഒക്കെ ഈ രീതിയിൽ അധിക്ഷേപാർഹമായി തള്ളി പറയുന്നത് ശരിയാണ്. എന്തുവാ രാഹുലേ ഇത്? രാഹുലും അമ്മയും സഹോദരിയും ഒക്കെ ആയിട്ട് വീട്ടിൽ ഇണങ്ങുന്ന അല്ലെങ്കിൽ പരിഭവം പറയുന്ന തല്ലുപിടിക്കുന്ന പോലെയാണോ മതഭ്രാന്ത് മൂലം പരസ്പരം വെറുപ്പിന്റെ വചനങ്ങൾ പറയുന്നത്? അപ്പൊ ഇസ്ലാമിക മതഭ്രാന്ത് പോലെയാണോ രാഹുലിന്റെ വീട്ടിൽ രാഹുൽ അമ്മയുമായും സഹോദരിയുമായും ഭാര്യയുമായും ഒക്കെ പിണങ്ങുന്നത്? എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഇണക്കവും പിണക്കങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കറിയാം, അത് ഞങ്ങൾക്കറിയാം, അത് രാഹുൽ പറഞ്ഞു തന്നിട്ട് വേണ്ട. അതുപോലെയാണോ രാഹുലിന്റെ അമ്മ രാഹുലിന്റെ രക്തത്തിന് ദാഹിക്കുന്ന ആളുകളോട് ആ വിഷവിത്ത് എൻ്റെ ഗർഭത്തിൽ ജനിച്ചുപോയി, അവൻ കിടന്ന ഗർഭപാത്രം മുറിച്ചു കളയാൻ ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ മകളും മരുമകനും തടഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നത് പോലെയാണോ രാഹുലും ഭാര്യയും അമ്മയൊക്കെ വീട്ടിൽ ഉടക്കുന്നത്? ഇതുപോലെയാണോ? ഉടക്കിക്കഴിഞ്ഞാൽ ഒരു രാഹുലിന്റെ ശത്രുക്കളോട് ഈ വക വാക്കുകൾ വിളിച്ച് പറയാറുണ്ടോ? രാഹുലിന്റെ പതനവും നാശവും കൊതിക്കുന്ന ശത്രുക്കളോട് ഇങ്ങനെയാണോ രാഹുലിന്റെ വീട്ടിൽ കുടുംബാലം ഉണ്ടാവാറ്? തരക്കേടില്ലല്ല. രാഹുലിന്റെ അമ്മയും വൈഫൊക്കെ അടിപൊളിയാണ് കേട്ടാ, കേട്ടോടെ കൊണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, എങ്കിലും രാഹുൽ പറഞ്ഞു വരുമ്പോൾ ആ രീതിയിലാണ് പോണത്. അതായത് ഇതാണ് ഫാൾസ് അനോളജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ അമ്മയും പെങ്ങളും മറ്റ് പല ഭാര്യയൊക്കെ ആയിട്ട് സൗന്ദര്യ പിണക്കുണ്ടാവും, അതല്ലാത്ത പിണക്കുണ്ടാവും, ചിലപ്പോൾ ഇത്തിരി കൂടുതൽ വാശിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാവും, അത് പിന്നീട് ഇണക്കുണ്ടാവും, അത് വേറെ വിഷയം. അതുപോലെയാണോ ഇത്? അപ്പൊ താരതമ്യം ഇല്ലാത്ത രണ്ട് കാര്യങ്ങളെ യോജിപ്പിച്ചും കണ്ടിട്ട് ഒരു കാര്യത്തെ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ എത്ര പരിഹാസ്യമാവും രാഹുൽ ഈശ്വരെ. അപ്പൊ രാഹുൽ ഈശ്വരന്റെ കുടുംബത്തിന്റെ ഇത്ര ഭീകരമാണോ താങ്കളുടെ കുടുംബാന്തരീക്ഷം? ഈ വിളിച്ചു കൂവുന്നവരിൽ, അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ ഏതെങ്കിലും ഒരുവൻ നിന്നെ ഉമ്മ കാണണം എന്ന് പറഞ്ഞു, ഒന്ന് അവിടെ വരെ ചെല്ലു, എന്തൊക്കെയായാലും മകനല്ലേ, നീ അങ്ങോട്ടൊന്ന് ചെല്ല് എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആശിച്ചിരുന്നു എന്ന് ഉമ്മയ്ക്ക് അറിയാമോ? ആ ഉമ്മ അറിയേണ്ടതായിരുന്നു. അവിടെയാണ് മുസ്ലിം സഹോദരങ്ങളോട് പലപ്പോഴും പറയുന്നത്. ഞാൻ ആരിഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ മുസ്ലിം സഹോദരങ്ങളോട് 41:34 കോട്ട് ചെയ്ത്, അതായത് പരിശുദ്ധ ഖുറാനിലെ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണം എന്ന് പറയുന്ന കാര്യം കോട്ട് ചെയ്തുകൊണ്ട് ആരിഫിനാകട്ടെ, ലിയാഖത്തിലേക്കാകട്ടെ, ജബ്ബാർ മാഷിനാകട്ടെ, ഇസ്ലാം മതം വിട്ടുപോകുന്ന അല്ലെങ്കിൽ എന്താ പറയണേ ഇന്ന് തീവ്ര ഇസ്ലാമോഫോബിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോടടക്കം അവര് സൗമ്യത്തോടെ പെരുമാറണം, അല്ലെങ്കിൽ അവരെയും വിശ്വാസം എടുക്കാൻ നോക്കണം. ഇസ്ലാം മതം ലോകത്ത് 150 കോടിയിലധികം ആൾക്കാർ വിശ്വസിക്കുന്നതാണ്. കുറച്ച് എക്സ് മുസ്ലിംസ് പോയി എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെയും കൂടി വിശ്വാസത്തിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാനെ സാങ്കല്പികമായി അഡ്രസ് ചെയ്തുകൊണ്ട് ആരിഫ് ഹുസൈൻ വളരെ സെന്റിമെന്റലായിട്ട് എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് വായിച്ചിട്ട് രാഹുലും മുസ്ലിങ്ങളെ ഉപദേശിക്കുകയാണ്. അതായത് മുസ്ലിം സഹോദരങ്ങൾ ഇങ്ങനെ ആവണം, എന്നിട്ട് ഖുറാനിലെ ഒരു ആയത്തൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം, നന്മയുടെ വഴിയിൽ പ്രതിരോധിക്കണം എന്നുള്ള ഉപദേശം. എന്തുകൊണ്ട് ഈ ഉപദേശം? ഭയങ്കര സന്തത സഹചാരികൾ, വിശ്വസ്ത മിത്രങ്ങളല്ലേ ഇപ്പൊ മുസ്ലിങ്ങൾ. അവരെ എന്തുകൊണ്ട് രാഹുൽ ഈശ്വരൻ ഇപ്പോഴും ഉപദേശിക്കേണ്ടി വന്നു? ഇപ്പൊ ആരിഫ് ഹുസൈനെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത്. ആ വീഡിയോയിലും എന്തുകൊണ്ട് ഇപ്പോഴും രാഹുൽ ഈശ്വരന് മുസ്ലിങ്ങളെ ഉപദേശിക്കേണ്ടി വരുന്നു? അപ്പൊ അവർക്ക് എന്തോ പ്രശ്നമില്ലേ? അപ്പൊ അവരെന്തോ അസഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലേ? എന്തോ കുഴപ്പങ്ങൾ ഉണ്ടാക്കണില്ലേ? ഇല്ലേ. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഇത് രാഹുൽ ഈശ്വർ ഉപദേശിച്ചാലൊന്നും നീക്കുന്നതല്ല. അവര് അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. മുഹമ്മദിന്റെ കാലത്തെ അവരുടെ ഈ ഇസ്ലാം എന്ന മതത്തിന്റെ ജീനിൽ അടങ്ങിയിരിക്കുന്ന കുഴപ്പമാണ് ഈ അസഹിഷ്ണുത, ഈ പൊട്ടിത്തെറി, ഈ തെറിവിളി തുടങ്ങിയുള്ള എല്ലാവിധ കുഴപ്പങ്ങളും. ഈ തീവ്രവാദമൊക്കെ അതിന്റെ അടിസ്ഥാന കാരണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരന് ഇപ്പൊ ചെറുതായിട്ടായാലും ഒന്ന് ഉപദേശിക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ രാഹുൽ അറിയാണ്ട് അവരെ ഉപദേശിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വന്ന്, വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ടും ഉപദേശിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അതാണ് ഇസ്ലാമിന്റെ കുഴപ്പം. അത് രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയ കുറെ വ്യത്യാസങ്ങൾ വരും. നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണം എന്ന് പറയുന്ന കാര്യം കോട്ട് ചെയ്തുകൊണ്ട് ആരിഫിനാകട്ടെ, ലിയാഖത്തിലേക്കാകട്ടെ, ജബ്ബാർ മാഷിനാകട്ടെ, ഇസ്ലാം മതം വിട്ടുപോകുന്ന അല്ലെങ്കിൽ എന്താ പറയണേ ഇന്ന് ഒരു തീവ്ര ഇസ്ലാമോഫോബിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോടടക്കം അവര് സൗമ്യത്തോടെ പെരുമാറണം. രാഹുല് പറഞ്ഞു ജബ്ബാർ മാഷ ഉമ്മ, ലിയാഖത്തലിയുടെ ഉമ്മ എന്നൊക്കെ പറഞ്ഞു. ഈ ജബ്ബാർ മാഷ ഉമ്മ ഒരു പ്രശ്നമില്ല. ജബ്ബാർ മാഷ ഉമ്മ ഇപ്പോഴും വിശ്വാസിയാണ്. ആ ജബ്ബാർ മാഷ ഉമ്മയുടെ അടുത്ത് ഇതേപോലത്തെ ഉടായ്പും കൊണ്ട് ജിഹാദികൾ പോയിട്ടുണ്ട് പലവട്ടം. പക്ഷെ അവരുടെ അടുത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അവര് ഉമ്മയും മോനും ഇന്നും നല്ല ബന്ധത്തിലാണ്. അതുപോലെ തന്നെ ലിയാഖത്തിന്റെ ഉമ്മയുടെ അടുത്തും, ലിയാഖത്തിന്റെ മൂത്ത 2 സഹോദരങ്ങളാണ് പ്രശ്നം. 1 2 സഹോദരങ്ങൾ, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ പ്രശ്നം. അങ്ങനെയാണ് ലിയാഖത്ത് അലിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്.
അതേസമയം ലിയാഖത്ത് അലിയുടെ ഉമ്മാക്ക് ലിയാഖത്ത് അലി വിശ്വാസിയാണ്, അവരും വിശ്വാസിയാണ്, പക്ഷെ ലിയാഖത്ത് അലിനോട് ഈ വക യാതൊരു പ്രശ്നമില്ല. ലിയാഖത്ത് അലിയുടെ അനിയനും വലിയ എടുത്തു പറയത്തക്ക വലിയ പ്രശ്നങ്ങളില്ല. അപ്പൊ ഇതൊന്നും യോജിപ്പായിട്ടുള്ള കാര്യങ്ങളല്ല. അതായത് രാഹുൽ ഈശ്വർ നടത്തുന്ന മുഴുവൻ ഫാൾസ് അനോളജിയാണ്. ഈ ജബ്ബാർ മാഷ് ഉമ്മ ചെയ്യാത്ത, ലിയാഖത്ത് അലിയുടെ ഉമ്മ ചെയ്യാത്ത അത്രയും ക്രൂരവും ഭീകരവുമായ വാക്യങ്ങളാണ് ആരിഫിനോട് ആരിഫിന്റെ ഉമ്മ ചെയ്തത്. അതിനെ ഊന്നി പറഞ്ഞ് അതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഇനി അതുപോലുള്ള ജീവിച്ചിരിക്കുന്ന മറ്റ് മുസ്ലിം മാതാക്കള് അല്ലെങ്കിൽ പിതാക്കള് ചെയ്യാതിരിക്കാൻ വേണ്ട കൃത്യമായ ശക്തമായ ഒരു മെസ്സേജും കൂടെ രാഹുൽ കൊടുത്തിട്ടാണ് രാഹുൽ ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ രാഹുൽ ഈശ്വർ കാബഡി ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞാൽ. ഇവിടെ രാഹുൽ കാണിച്ച മുഴുവൻ പച്ച കാബഡിയാണ്. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം. ഉമ്മ അവനെ പ്രസവിച്ച ഗർഭപാത്രം മുറിച്ചു കളയാൻ തോന്നി എന്നൊക്കെ ശപിക്കുന്നതാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഉമ്മ വിഷമത്തിൽ പറഞ്ഞായിരിക്കും. ആരിഫായത് ക്ഷമിക്കണം, അതുകൊണ്ട് വിട്ടുകളയണം. എന്തുവാ രാഹുൽ ഇത്? ഒരു വെളുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ആ ഉമ്മ താൽക്കാലികമായുണ്ടായ എന്തെങ്കിലും ഒരു ദേഷ്യത്തിനോ ഒരു പിണക്കത്തിനോ ഒരു ശപിച്ചതല്ല. അങ്ങനെ ശാപമൊക്കെ നടത്താറുണ്ട് മാതാപിതാക്കളൊക്കെ, പലരും അങ്ങനെ ശാപമൊക്കെ നടക്കാറുണ്ട്, പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഇത്തിരി നമുക്ക് ഭീകരം എന്നുള്ള വാക്ക് അത് അവിടെ കഴിയും. അത് 2 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ, ഒരു മാസം കഴിയുമ്പോൾ അവർ തമ്മിൽ പഴയ പോലെ നല്ല സ്നേഹത്തില്ല. ഇതല്ല, ഇത് മതഭ്രാന്ത്, മുഹമ്മദൻ മതഭ്രാന്തും മൂത്ത, ജിഹാദി ഭ്രാന്തും മൂത്ത് ഉമ്മ. അത് അന്ധമായി വിശ്വസിച്ച ആ ഉമ്മ ആരിഫിന്റെ രക്തത്തിന് കൊതിക്കുന്ന ഈ ശത്രുക്കളോട്, ജിഹാദികളോട് പറഞ്ഞ വാക്കുകളാണിത്. ഞാൻ ആരിഫ് ഹുസൈന്റെ ഉമ്മയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ഡയറക്റ്റ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഇതുപോലൊരു അസുര വിത്തിന് ജന്മം കൊടുത്തതിൽ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടോ, ഖേദമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി എന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ എത്ര ഉമ്മമാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാവും? ആരിഫ് ഹുസൈന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്, അവന് ജന്മം കൊടുത്ത ഈ ഗർഭപാത്രം നീക്കം ചെയ്യാൻ പലതവണ ഞാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ എൻ്റെ മകൾ എന്നെ തടഞ്ഞു. അതിലൂടെ ഉണ്ടായേക്കാവുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് എൻ്റെ മകളും എൻ്റെ മരുമകനുമാണ് എന്നെ തടഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ ആരിഫ് ഹുസൈൻ എന്ന അസുര വിത്തിന് ജന്മം കൊടുത്ത എൻ്റെ ഈ ഗർഭപാത്രം, എൻ്റെ മകനെ പോലെ ഒരു നീച ജന്മത്തിന് ജന്മം കൊടുക്കേണ്ടി വന്ന എൻ്റെ ഈ ഗർഭപാത്രം പറിച്ചെടുത്ത് വെളിയിലേക്ക് കളയാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുമായിരുന്നുവെങ്കിൽ ഞാനത് എപ്പോഴേ ചെയ്യുമായിരുന്നു എന്ന് ശ്വാസമുട്ടലോടുകൂടി, വിങ്ങുന്ന ശബ്ദത്തോടുകൂടി ആ ഉമ്മ പറഞ്ഞത്, ആ വോയിസ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് എന്താണെന്ന് അറിയോ? ഇത് 10 രൂപയുടെ ഡയറി മിൽക്ക് കവർ പൊട്ടിച്ചല്ലേ സാർ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അതായത് ആ വിഷവിത്ത്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, വീണ്ടും വീണ്ടും ഈ മണ്ടത്തരം രാഹുൽ ആവർത്തിക്കുന്നതിന്റെ പേരിലാണ്. അപ്പൊ അതില് അവര് പറഞ്ഞത്, ആ വിഷവിത്ത് എൻ്റെ വയറ്റിൽ ജനിച്ചു പോയി, ആ വിഷവിത്ത് കിടന്ന ഗർഭപാത്രം മുറിച്ചു കളയാൻ എനിക്ക് തോന്നി, പക്ഷെ എൻ്റെ മകളും മരുമകനും തടഞ്ഞത് കൊണ്ട് ആണ് ഞാൻ ചെയ്യാതിരുന്നത്. അത്രയും അറപ്പും വെറുപ്പുമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മളുടെ വീട്ടിൽ താൽക്കാലികമായിട്ട് പിണങ്ങി ഇത് ചെയ്യണ കാര്യമല്ല. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഈ ഇമാതിരി വാക്കുകളാണോ രാഹുലിന്റെ വീട്ടിൽ രാഹുലിന്റെ അമ്മ പറയാറുണ്ട്? അത് വീട്ടിലിരുന്ന് പറയണേ കുഴപ്പമില്ല, ഓക്കെ. രാഹുലിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നില്ല, രാഹുലിന്റെ വീട്ടിലിരുന്ന് പറയാം, എന്നാലും മോശമാണ്, സാംസ്കാരികമായി മോശപ്പെട്ടൊരു വാക്കാണ് അത്തരം വാക്കുകൾ പറയുന്നത്. ഒരമ്മ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ്. നിന്നെ പണ്ടാറടങ്ങും എന്നൊക്കെ ചിലപ്പോൾ പറയാം, അത് വേറെ വിഷയം. അതൊക്കെ ചിലപ്പോൾ ഇത്തിരി ഓരോരുത്തരുടെ സംസ്കാര നിലവാരം അനുസരിച്ച് അത്തരം വാക്കുകളൊക്കെ പറയും, അതൊന്നും സീരിയസ് ഒന്നുമല്ല. ഇതല്ല, ഇത് രാഹുലിന്റെ രക്തത്തിന് കൊതിച്ച് നടക്കുന്ന ശത്രുക്കളോട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ രാഹുലിന്റെ അമ്മ കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു തമാശ, ഒരു ശാപമാണോ? വീട്ടിലിരുന്ന് മക്കളും അമ്മയും നടത്തുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു ഇതാണോ? വെറുതെ എന്തിനാ ഈ നുണ പറഞ്ഞു വെളുപ്പിക്കുന്ന രാഹുലെ? ഒരു കാര്യത്തിന് നിസ്സാരവൽക്കരിക്കുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കാൻ പറ്റിയ കാര്യമായിരിക്കണം, അല്ലാണ്ട് തോന്നിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിസ്സാരവൽക്കരിക്കരുത്. കാശ്മീരിലുണ്ടായ വെടിവെപ്പിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഗോവിന്ദച്ചാമിയുടെ കഥ ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ ചെയ്തത്. അതായത് കാശ്മീരിൽ പേര് ചോദിച്ച് മതം നോക്കി വെടിവെച്ച് കൊന്നതിനെ വെളുപ്പിക്കാൻ ഗോവിന്ദച്ചാമി സൗമ്യനെ ബലാത്സംഗം ചെയ്ത കഥ എടുത്ത് അങ്ങനെ ഉണ്ടാവും. അതിനെയാണ് ഫാൾസ് അനോളജി, കാറ്റഗറിക്കൽ ഫാലസി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ല? ഇതുപോലത്തെ ഒരു മണ്ടത്തരമാണ് രാഹുൽ ഇവിടെ ആവർത്തിച്ചേക്കുന്നത്. ആ ഉമ്മ ശരിക്കും മതഭ്രാന്ത് മൂത്തിട്ട് പറഞ്ഞാണ്. അതിനു മുമ്പ് തന്നെ ആ ഉമ്മ വെറുപ്പ് മൂലം ഈ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആരിഫ് ഹുസൈൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അഫാൻ ചെയ്തതുപോലെ സ്വന്തം അനുജനും ബെട്രോത്ത് ആയ വധുവും ഉൾപ്പെടെ 5 പേരെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് അതിൽ ഉമ്മ മാത്രം കഷ്ടി രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും മരിച്ചു പോയ അഫാൻ ചെയ്തതുപോലെ ഒന്നും ആരിഫ് ചെയ്തിട്ടില്ല. ആരിഫ്
മദ്യം വിറ്റിട്ടില്ല, കഞ്ചാവ് വിറ്റ് മറ്റു മയക്കുമരുന്ന് MDMA ഒന്നും വിറ്റിട്ടില്ല, കള്ളക്കടത്ത് നടത്തിയിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, സ്വർണ്ണക്കടത്ത് പോലും നടത്തിയിട്ടില്ല. ഇതൊന്നും ചെയ്തതിനല്ല ആരിഫിന്റെ ഉമ്മ ആരിഫിനെ വെറുത്തത്. മറിച്ച് 7-ാം നൂറ്റാണ്ടിലെ ഒരു സംസ്കാരമില്ലാത്തൊരു അറബിയുടെ അയാൾ തല്ലിക്കൂട്ടിണ്ടാക്കിയ മതം ഉപേക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആരിഫിനെ വെറുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ആ അറബി പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിക്കാത്തവരൊക്കെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു വെച്ചത് കൊണ്ട് ആ ഉമ്മ അത് അന്ധമായി വിശ്വസിക്കുകയും എന്നിട്ട് ആരിഫിന്റെ രക്തത്തിന് കൊതിക്കുന്ന ശത്രുക്കളായ മറ്റ് ജിഹാദികളോട്, സ്നേഹികളായ മുഹമ്മദ് ഫാൻസായ മറ്റ് ജിഹാദികളോട് ഇത്തരം വെറുപ്പിന്റെ വാക്യങ്ങൾ പറഞ്ഞതുമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ രാഹുലിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കൂട്ടർ ഭൂമി ഉരുണ്ടതാണെന്നും ഒരു കൂട്ടർ ഭൂമി പരന്നതാണെന്നും പറഞ്ഞ് വാദിക്കുമ്പോൾ, സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും വികാരങ്ങളെ മാനിക്കുന്നു. ഭൂമി ഉരുണ്ടതുമാണ് പരന്നതുമാണ്, അങ്ങനെ അതൊരു ഇഡലി പോലെയാണ് എന്ന് പറയുന്ന സ്വഭാവമാണ് രാഹുൽ എടുക്കുന്നത്. അതല്ല ശരിയായ നിലപാട്. ഭൂമി ഉരുണ്ടത് തന്നെയാണെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ പരന്നതാണെന്ന് പറഞ്ഞോ. ഇനി രാഹുല് ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരന്നതാണെന്ന് തന്നെ പറയണം. ഓക്കെ, അതാണ് സത്യസന്ധത, അതാണ് ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറയുന്നത്. അല്ലാണ്ട് രണ്ടുപേരും സുഖിപ്പിക്കാൻ വേണ്ടി ഭൂമി ഉരുണ്ടതുമാണ് പരന്നതുമാണ് ഇഡലി പോലെയാണെന്ന് പറയുന്നത് കാപട്യം എന്നാണ് പറയുക, അത് സത്യസന്ധതയല്ല. ആ പരിപാടിയാണ് രാഹുൽ ഇവിടെ എടുത്തത്. രാഹുൽ ചെയ്യേണ്ടിയിരുന്നത് ആ ഉമ്മ ആദ്യം ചെയ്ത ആ മതഭ്രാന്തൻ വചനങ്ങളെ എടുത്തു പറയുകയും അത് ഒരിക്കലും ഒരു അമ്മയോ ഒരു അച്ഛനോ പറയാൻ പാടില്ല എന്നും മതം ആർക്കും സ്വതന്ത്രമായിട്ട് ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും മറ്റൊരു മതത്തിലേക്ക് മാറാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുകയും അതിനുവേണ്ടി ആരെയും വെറുക്കാതിരിക്കുകയും അതേസമയം മയക്കുമരുന്നോ മദ്യമോ കൊലപാതകമോ പോലുള്ള വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ വെറുക്കാനോ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ഒരു മതം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ പേരിൽ വെറുത്തിട്ട് ഇത്തരത്തിലുള്ള ആ വ്യക്തിയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ശത്രുക്കളായ ജിഹാദികളോട് ഈ വെറുപ്പിന്റെ വചനങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞ ഇഡലി പോലെ ആക്കുന്ന ന്യായം തികച്ചും തെറ്റാണ്. രാഹുൽ ഈശ്വർ ഇത്തരം വൃത്തികെട്ട ഫാൾസ് അനോളജികളോ ഇത്തരം നിസ്സാരവൽക്കരണങ്ങളോ കൊണ്ടുവന്നിട്ട് യുക്തിവാദികളെ നന്നാക്കാൻ നടക്കാതെ, അഥവാ നന്നാക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരോടും ഈ കാര്യം ഓപ്പണായിട്ട് പറയണം. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആരിഫിനോട് പറയാം, ആരിഫെ നിങ്ങൾക്ക് ക്ഷമിക്കാമായിരുന്നു, ഉമ്മയല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറയാതെ അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, ഒരു മത തീവ്രവാദത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ സങ്കടത്തിൽ ഒരു മോൻ കുറിച്ച 3-4 വാക്യങ്ങളെ പിടിച്ച് തൂങ്ങുകയല്ല വേണ്ടിയിരുന്നത്. അപ്പൊ ഇവിടെ രാഹുൽ ചെയ്തത് പച്ച കാപട്യമാണ്. ആ കാപട്യം രാഹുൽ എൻ്റെ ഈ വീഡിയോ കാണണമെങ്കിൽ തിരുത്താൻ ശ്രമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. ബൈ.